നമ്മുടെ കുറ്റിക്കുരുമുളകൊക്കെ നന്നായി കായ്ക്കുന്ന സമയമാണിത്. ഈ സമയത്ത് കുരുമുളകിന് വളം കൊടുക്കുകയാണെങ്കിൽ അതിൽ നല്ല തിരിപിടുത്തം ഉണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യും. അതിനായിട്ട് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള കാലിവളമോ അതല്ലെങ്കിൽ കമ്പോസ്റ്റോ അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ജൈവവളങ്ങളൊക്കെ കുറ്റിക്കുരുമുളകിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വളം കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുവടിളക്കി വളം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചൂടിളക്കുന്ന സമയത്ത് ഏതെങ്കിലും വേരുകൾക്ക് ക്ഷതം സംഭവിക്കുകയോ അല്ലെങ്കിൽ വേരുകൾ മുറിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുരുമുളക് ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാസത്തിൽ 2 തവണ വീതം 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് കലക്കിയിട്ട് നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ കുരുമുളകിന് അധികം കീടബാധകളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ അത് വളർന്നു വരികയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുരുമുളകിൽ നിന്ന് നമുക്ക് മികച്ച വിളവ് ലഭിക്കും.